എന്റെ സ്നേഹം നിറഞ്ഞ മിത്രങ്ങൾക്ക് ഇന്നത്തെ കഥയിലേക്ക് നല്ല ഒരു സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ പേര് വിഷ്ണു. അച്ഛനും അമ്മയും ഒരു ജ്യേഷ്ഠനും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. ജ്യേഷ്ഠൻ വിവാഹം കഴിച്ച് കുടുംബത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു വീട് വെച്ച് അവിടെയാണ് താമസം. എനിക്ക് 28 വയസ്സായി. ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. ആലോചനകൾ പലതും നോക്കുന്നുണ്ട്. പിന്നെ ചേട്ടത്തി ലക്ഷ്മി കണ്ടു കഴിഞ്ഞാൽ ഒരു മഹാലക്ഷ്മി തന്നെയാണ്. നല്ല വെളുത്തു തുടുത്ത ശരീരവും, ഒരു 26 വയസ്സ് കാണും. ആര് കണ്ടാലും തിരിഞ്ഞു നോക്കി നിന്ന് ഒന്ന് വെള്ളമിറക്കിയിട്ട് പോകൂ. അത്രയ്ക്ക് ഒരു മാതക തിടമ്പ് തന്നെ എന്ന് പറയാം എന്റെ ജ്യേഷ്ഠത്തി. എനിക്ക് പഞ്ചായത്തിലാണ് ജോലി. കുറച്ചു വസ്തുവകകൾ വീടിനോട് ചേർന്നുണ്ട്. അച്ഛൻ അതിൽ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം ഞാൻ പഞ്ചായത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന നേരത്താണ് അമ്മ പറഞ്ഞത്, ചേട്ടത്തി വന്ന് നിന്നെ അന്വേഷിച്ചു. അവിടുത്തെ കമ്പ്യൂട്ടർ എങ്ങാണ്ട് കംപ്ലൈന്റ് ആയി, ഒന്ന് ചെന്ന് നോക്കണമെന്ന്. ജ്യേഷ്ഠൻ നാട്ടിലില്ല. ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയിലാണ് ചേട്ടന് ജോലി. ഞാനൊന്ന് മൂളി. മുറിയിൽ കയറി ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും അമ്മ ചായ എടുത്തുകൊണ്ട് വന്നു. മോനെ ചായ കുടിച്ച് ചിരുട്ടുന്നതിന് മുൻപ് അങ്ങ് പോയൊന്ന് നോക്കടാ. ആ പോകാമേ. അമ്മയെ വന്നു കയറിയതല്ലേ ഉള്ളൂ, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചായ കുടിച്ചേച്ച് ചേട്ടന്റെ വീട്ടിൽ പോകാനായി ഇറങ്ങി. പതിവ് പോലെ അച്ഛൻ സിറ്റൗട്ടിന്റെ സൈഡിലിരുന്ന് ആത്മാവിന് പുക കൊടുക്കുന്നുണ്ട്. ഞാൻ അച്ഛനെ ഒന്ന് നോക്കിയിട്ട് നേരെ ചേട്ടന്റെ വീട്ടിലേക്ക് നടന്നു. അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു. ചേട്ടത്തി വന്ന് കതവ് തുറന്നു. ആ വിഷ്ണുവോ, കയറി വാ. ഞാൻ അകത്തേക്ക് കയറി. എന്താ ചേട്ടത്തി, കമ്പ്യൂട്ടറിന് എന്ത് പറ്റി? ഞാൻ ചോദിച്ചു. എന്ത് പറ്റിയാണെന്ന് അറിയത്തില്ലടാ, അതിന്റെ മോണിറ്റർ വർക്ക് ചെയ്യുന്നില്ല. ബാറ്ററിയൊക്കെ ചാർജൊക്കെ ഉണ്ട്. നീ ഒന്ന് നോക്കിയേ. ഞാൻ ചായ ഇടാം. അതും പറഞ്ഞ് ചേട്ടത്തി അടുക്കളയിലേക്ക് പോയി പെട്ടെന്ന് തന്നെ ചായ ഇട്ട് കൊണ്ടുവന്നു. അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ ചെന്നത്. ജ്യേഷ്ഠത്തിയുടെ നൈറ്റി എല്ലാം നനഞ്ഞൊട്ടിപ്പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ മുന്നഴകും പിന്നഴകുമെല്ലാം എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. കല്യാണം കഴിയാത്ത എനിക്ക് അതൊക്കെ കണ്ട് വല്ലാതെയായി. എന്റെ നോട്ടമൊന്നും ചേട്ടത്തെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കമ്പ്യൂട്ടറിന്റെ പ്ലഗ് സോക്കറ്റിൽ കുത്തി ഓണാക്കി നോക്കി. നോ രക്ഷ, അനക്കമില്ല. ചേട്ടത്തി എന്റെ അടുത്ത് തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്റെ കണ്ണുകൾ അറിയാതെ ചേട്ടത്തിയിലേക്ക് തന്നെ തെന്നി നീങ്ങി. പെട്ടെന്ന് ചേട്ടത്തി എന്നെ നോക്കി ചോദിച്ചു, എന്താടാ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ചേട്ടത്തി എന്തുവാ, വെള്ളത്തിൽ വീണോ? ആകെ നനഞ്ഞിരിക്കുന്നല്ലോ. ഓ അതോ, അത് ഞാൻ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ട് നിന്നേത്. അതാ നൈറ്റി മൊത്തം നനഞ്ഞത്. എന്നിട്ട് ചേട്ടത്തി അവിടെ നിന്ന് നൈറ്റി ഒന്ന് കുടഞ്ഞ് നേരെയാക്കി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഞാൻ അവിടെ ഇരുന്ന് കമ്പ്യൂട്ടർ അഴിക്കാൻ നോക്കി. കയ്യിൽ അഴിക്കാനൊന്നുമില്ല. ഞാൻ അടുക്കളയിലേക്ക് നോക്കി ചേട്ടത്തിയെ അടുത്ത് വിളിച്ചു ചോദിച്ചു, ചേട്ടത്തി, ഇവിടെ സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ വല്ലതും ഇരിപ്പുണ്ടോ? നോക്കട്ടെടാ മോനെ, ഇവിടെ കാണണം. അതും പറഞ്ഞ് ചേട്ടത്തി ബെഡ്റൂമിലേക്ക് പോയി. അപ്പോഴും ഞാൻ ചേട്ടത്തിയെ ഒന്ന് അടിമുടി നോക്കി. ചേട്ടത്തിയുടെ ആ സ്ട്രക്ചർ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ചേട്ടത്തി അകത്തു നിന്ന് വിളിച്ചു പറഞ്ഞു, ഇവിടെങ്ങും കാണുന്നില്ലടാ മോനെ, ഒരു കാര്യം ചെയ്, ഞാൻ വീട്ടിലുണ്ടോന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് ഞാൻ പോകാനായി ഇറങ്ങി. പോകുന്ന വഴിയിലും ചേട്ടത്തിയുടെ നനഞ്ഞ രൂപമായിരുന്നു മനസ്സു മുഴുവൻ. അങ്ങനെ ഇരിക്കെ ഒരു ഞായറാഴ്ച ചേട്ടത്തി വീട്ടിൽ വന്നു. ഞാൻ ചേട്ടത്തിയുടെ മുഖമൊന്ന് ശ്രദ്ധിച്ചു. ചേട്ടത്തിക്കൊരു ചമ്മല് പോലെ. അന്നത്തെ എന്റെ നോട്ടം കണ്ടിട്ടായിരിക്കണം, ഞാൻ ഹാളിലിരുന്ന് ചായയും കുടിച്ചുകൊണ്ട് TV കാണുകയായിരുന്നു. ചേട്ടത്തി വന്ന പാടെ അടുക്കളയിൽ അമ്മയുടെ അടുത്തേക്ക് പോയി. ചേട്ടത്തിയുടെ ആ പോക്ക് ഞാൻ ഹാളിലിരുന്ന് കാണുകയായിരുന്നു. എന്തൊരു കളറാ, ചേട്ടന്റെ ഒരു ഭാഗ്യം, ഞാൻ മനസ്സിൽ ഓർത്തു. സത്യം പറഞ്ഞാൽ ആ ഒരു വെപ്രാളത്തിനിടയിൽ ടീപ്പോയിൽ വെച്ച ഗ്ലാസ് കൈതട്ടി താഴെ വീണു. ശബ്ദം കേട്ട ചേട്ടത്തി അടുക്കളയിൽ നിന്ന് ഓടി വന്നു. പൊട്ടിക്കിടക്കുന്ന ഗ്ലാസ്സിലേക്ക് നോക്കി ചേട്ടത്തി എന്നോട് ചോദിച്ചു, എന്തു പറ്റിയടാ, ഉറക്കം തൂങ്ങിയോ നീ ഇരുന്ന്? ഞാനൊന്ന് ചമ്മി. അല്ല ചേട്ടത്തി, അറിയാതെ കൈതട്ടി, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ചേട്ടത്തി കുത്തിയിരുന്ന് ആ ഗ്ലാസിന്റെ ചില്ലെല്ലാം വാരി ഒരു പേപ്പറിലേക്ക് ഇട്ടു. ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ടൂർ പോകാൻ തീരുമാനിച്ചു. ചേട്ടത്തെയും മക്കളും എല്ലാവരും ഉണ്ട്. ഊട്ടി, കൊടൈക്കനാൽ എന്നിവിടങ്ങളിലേക്കായിരുന്നു ടൂർ പ്രോഗ്രാം. ഞാൻ ആ പോക്കിൽ ചേട്ടത്തിയുടെ അടുത്ത് കൂടുതൽ ഇടപഴകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ചേട്ടത്തി ഭയങ്കര സാധനമാണ്. എന്റെ മനസ്സിലൊരു പറഞ്ഞിട്ടായിരിക്കണം അവർ എന്നിൽ നിന്ന്
ഒഴിഞ്ഞു മാറി നടന്നു. അവസാനം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കാറിൽ കയറി. ഞാൻ ചേട്ടത്തിയുടെ അടുത്താണ് ഇരുന്നത്. എല്ലാവരും തിങ്ങി ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്. കാർ കുറച്ചു ദൂരം ഓടിയപ്പോൾ ഞാൻ ചേട്ടത്തിയോട് പറഞ്ഞു, ചേട്ടത്തി ഒരു കാര്യം ചെയ്, വേണേൽ എന്റെ മടിയിലിരുന്നു. ചേട്ടത്തി എന്നെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു. ഞാൻ ചേട്ടത്തിയുടെ അടുത്തേക്ക് ചേർന്നിരുന്ന് പുറത്തെ കാഴ്ചകളും നോക്കി അങ്ങനെ ഇരുന്നു. എങ്കിലും എന്റെ നെഞ്ചു കിടന്ന് പടപടാന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം തിങ്ങിയും ഞെരുകിയും ഒരു പരുവത്തിൽ ഞങ്ങൾ വീട്ടിലെത്തിച്ചേർന്നു. ചേട്ടത്തിയും പിള്ളാരെയും അവരുടെ വീട്ടിലിറക്കി കാറിൽ നിന്ന് ഇറങ്ങാൻ നേരം പെട്ടെന്ന് ചേട്ടത്തി എന്റെ കവിളിൽ ഒരു നുള്ളു തന്നു. എന്നിട്ടൊരു ചിരിയും ചിരിച്ചാണ് കാറിൽ നിന്ന് ചേട്ടത്തി ഇറങ്ങിയത്. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ മൃഗസ്യാന്നും പറഞ്ഞ് കാറിൽ തന്നെ ഇരുന്നു. വീട്ടിൽ ചെന്നിട്ടും എന്റെ മനസ്സ് നിറയെ ആ ഓർമ്മകളായിരുന്നു. ഒന്നാമത് ചേട്ടൻ സ്ഥലത്തില്ല, അവർക്കും ആഗ്രഹങ്ങളൊക്കെ കാണുമല്ലോ. ഞാൻ ഓർത്തു, എന്തായാലും ചേട്ടത്തി ഒന്ന് വളയ്ക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഞാനും അമ്മയും കൂടിയാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ചെറിയൊരു നെഞ്ചുവേദനയായിരുന്നു. 3-4 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അമ്മ ഹോസ്പിറ്റലിൽ അച്ഛന് കൂട്ടിരുന്നു. ആദ്യത്തെ ദിവസം ആഹാരമെല്ലാം ഹോസ്പിറ്റലിന് പുറത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് മേടിച്ചു. ചേട്ടത്തി വന്നപ്പോഴാണ് പറയുന്നത്, എന്തിനാ ഹോട്ടലിൽ നിന്ന് മേടിച്ചത്? നീ വണ്ടിയും എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നാൽ പോരെ, ഞാൻ ആഹാരം വീട്ടിൽ വെച്ച് തരാമല്ലോ. പിറ്റേന്ന് രാവിലെ ഞാൻ ചേട്ടത്തിയുടെ വീട്ടിൽ പോയി. ചേട്ടത്തി കഞ്ഞിയും പയറും റെഡിയാക്കി വെച്ചിരുന്നു. ഞാൻ അതും മേടിച്ചു പുറപ്പെടാൻ നേരമാണ് ചേട്ടത്തി പറഞ്ഞത്, ഉച്ചയ്ക്ക് വരണേ, ഉച്ചക്കലത്തേക്കുള്ള ഊണ് ശരിയാക്കി വെക്കാം. വരാൻ ചേട്ടത്തി എന്നും പറഞ്ഞ് ഞാൻ ബൈക്കിൽ ആശുപത്രിയിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ഞാൻ ആലോചിച്ചു, ഇത് പറ്റിയൊരവസരമാ. പിള്ളേർ സ്കൂളിൽ പോകും, ചേട്ടത്തി മാത്രമേ വീട്ടിലുള്ളൂ. ഒന്ന് സൈസാക്കിയാൽ കാര്യം നടക്കും. അന്നുച്ചയ്ക്ക് ഊണ് മേടിക്കാനായി ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ചേട്ടത്തി പറഞ്ഞു, നീ ഇവിടുന്ന് ഉണ്ടേച്ച് അവർക്കുള്ളത് കൊണ്ടുപോ. ഞാനൊന്ന് മൂളി. ചേട്ടത്തി എനിക്കുള്ള ഊണ് ഡൈനിങ് ടേബിൾ വിളമ്പി വെച്ചു. ഞാൻ ഊണെല്ലാം കഴിച്ച് കൈ കഴുകി ഹാളിലെ സെറ്റിയിൽ വന്നിരുന്നു. ചേട്ടത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഊണ് ധൃതിയിൽ തട്ടുപാത്രത്തിൽ വിളമ്പിക്കൊണ്ടിരുന്നു. എന്റെ മനസ്സാണെങ്കിൽ എങ്ങനെയാ ഒന്ന് തുടക്കമിടുന്നത് എന്ന വെമ്പലിലായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ചേട്ടത്തി തട്ടുപാത്രവും കൊണ്ട് എന്റെ അടുക്കലേക്ക് വന്നു. ഞാനൊന്ന് ചിരിച്ചിട്ട് അതും മേടിച്ച് പോയി. പിറ്റേന്ന് പതിവ് പോലെ ഉച്ചയ്ക്ക് ഒരു 11 മണിയായപ്പോൾ ആശുപത്രിയിൽ നിന്ന് ചോറ് മേടിക്കാനെന്നും പറഞ്ഞിറങ്ങി. ഞാൻ നേരെ ചേട്ടത്തിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടത്തി അടുക്കളയിൽ പാചകത്തിലായിരുന്നു. ഇന്നെന്താടാ നേരത്തെ? ചേട്ടത്തി ചോദിച്ചു. ഓ, ഹോസ്പിറ്റലിൽ നിന്നെന്ന് ഞാൻ മടുത്തു. എന്നാൽ ഇച്ചിരി നേരത്തെ ഇങ്ങ് പോരാമെന്ന് വിചാരിച്ചു. ഇവിടെ ആവുമ്പം ചേട്ടത്തി ഒന്ന് സഹായിക്കുകയും ചെയ്യാമല്ലോ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, എന്നാൽ ഒരു കാര്യം ചെയ്യുമോൻ, നിനക്ക് തേങ്ങ പൊതിക്കാൻ അറിയാമോ? പിന്നെ തേങ്ങ പൊതിക്കാനോ? എന്നാ ഒരു കാര്യം ചെയ്, ദോണ്ട് അവിടെ പാരയിരിക്കുന്നു, ഞാൻ തേങ്ങ എടുത്തുകൊണ്ട് വരാം. അതും പറഞ്ഞ് ചേട്ടത്തി അകത്ത മുറിയിൽ പോയി ഒരു തേങ്ങ എടുത്തുകൊണ്ട് വന്ന് തന്നു. ഞാൻ പൊതിച്ചു. നല്ല തൊണ്ടുള്ള തേങ്ങയാണല്ലോ ചേട്ടത്തി. ഞാൻ അതും പറഞ്ഞ് ചേട്ടത്തി ഒന്ന് പാളി നോക്കി. ചേട്ടത്തി ചിരിച്ചുകൊണ്ട് എന്നെ ഒന്ന് നോക്കി. സിങ്കിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന ചേട്ടത്തിയുടെ വിരിഞ്ഞ പിന്നഴക് കണ്ട് എനിക്ക് എന്തൊക്കെയോ തോന്നാൻ തുടങ്ങി. ഞാനൊന്നും അറിയാത്തതുപോലെ പൊതിച്ച തേങ്ങ ചേട്ടത്തിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പതിയെ ചോദിച്ചു, ഇനി പൊതിക്കണോ ചേട്ടത്തി? സമയമുണ്ടെങ്കിൽ പൊതിക്കടാ. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഒരു 3-4 തേങ്ങ പടപടാന്നങ്ങ് പൊതിച്ചു.